ഹലോ ഗൈസ്, ഇപ്പോൾ ഇവിടേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. സോ നമ്മളങ്ങനെ ഫാമിൽ എത്തിയിരിക്കുകയാണ്. സോ ഫാമിൽ ഇനി നമ്മൾ ഇന്നലെ പകുതി കഴിച്ച് നിർത്തിയ പണി ബാക്കി തുടരാം. നമുക്ക് ബാക്കി ക്ലീനിങ് പ്രോസസ്സിലേക്ക് കടക്കാം. സോ അങ്ങനെ ബാക്കി വിശേഷങ്ങളുമായിട്ട് ഞാൻ കാണിച്ചു തരാം ബാക്കി വിശേഷങ്ങൾ. ഓക്കെ, അങ്ങനെ ഉച്ച വരെയുള്ള പണി തീർത്തിട്ടുണ്ട്. കണ്ടോ ഗൈസ്, ഇതും അവിടെയൊക്കെ ഞാൻ തീർത്തിട്ടുണ്ട്. ഇന്നലെ തീർത്തത് കൂടാണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ സൈഡാണ് തീർക്കാനുള്ളത്. ഈ സൈഡും കൂടി നമുക്ക് തീർക്കാനുണ്ട്. സോ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ഡിഫറൻസ് മനസ്സിലാവുന്നില്ലേ? ആണ് സെറ്റപ്പ്. സോ ഇനി ഇത് ബാക്കിയുള്ളതും കൂടിയും ഇപ്പോൾ സമയം 1:30 ആയിട്ടുണ്ട് ഗൈസ്. സോ ഇനിയിപ്പോൾ പോയി ഫുഡ് കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് ബാക്കി പണി തുടങ്ങാം. സോ എന്താ ഫുഡ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത് ചോറും മുതിരക്കറിയാണ്. സോ ചോറും മുതിരക്കറി ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കഴിച്ചാൽ എൻ്റെ മോനെ സീനാണ്. അപ്പോൾ നമ്മളിന്ന് ഉച്ചയ്ക്ക് നമ്മൾ കഴിച്ചത് മുതിരയും ചോറുമാണ്. സോ മുതിരേനെ കുറിച്ച് പറയുകയാണെങ്കിൽ പഴമക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത് കുതിരയ്ക്ക് കൊടുക്കുന്ന ഫുഡാണ് മുതിര എന്നാണ് ഞാൻ കേട്ടേക്കണേ. സോ ഈ മുതിര കഴിച്ചാണ് കുതിരയുടെ ഒക്കെ ഒരു ദേഹം ഭയങ്കര ഷൈനിങ് ആയിട്ട് ഭയങ്കര അടിപൊളിയായിട്ടുള്ളത്. സോ അതുപോലെ നമ്മൾ മുതിര കഴിച്ചാൽ നമ്മുടെ ഫേസും നമ്മുടെ സ്കിന്നും അടിപൊളിയായിട്ട് ഷൈനിങ് ഒക്കെ ആവുന്നതാണ്. ഷൈനിങ് പ്ലസ് ആ ഒരു കട്ടിയായിട്ടുള്ള ഒരു സംഭവമായിട്ട് കിട്ടുമെന്നാണ് പഴമക്കാർ പറയുന്നത് കേട്ടേക്കണേ. പിന്നെ അവരുടെ നമ്മുടെ ഹോഴ്സിൻ്റെ ഒക്കെ കാലിൻ്റെ ഒക്കെ മസിലൊക്കെ സീനല്ല, അതുപോലെ ഒക്കെ നമ്മുടെ ബോഡിയൊക്കെ മാറുന്നതാണ് കേട്ടിരിക്കുന്നത്. സോ കഴിക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കഴിക്കുക, ഇഷ്ടമല്ലെങ്കിൽ കഴിക്കാൻ ശ്രമിച്ച് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. നല്ല രീതിയിൽ ഉണ്ടാക്കിയാൽ അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. പിന്നെ അത് ചെറിയൊരു മണിയാണ്. സോ കഴിക്കാൻ നല്ല രസമാണ്. ആണ് മുതിരേനെ കുറിച്ച് പറയാനുള്ളത്. ഇനിയിപ്പോൾ പോയി കുറച്ചായിട്ട് റെസ്റ്റ് എടുത്തിട്ട് ബാക്കി പണിയെടുക്കട്ടെ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ പണി കഴിഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ ഈ റോ ഫുള്ള്, പിന്നെ ഈ റോയും ഫുള്ള് തീർത്തുണ്ട്. ഇനിയിപ്പോൾ നാളെ അപ്പുറത്തെ ഒരു റോയും കൂടി നമുക്ക് തീർക്കാനുണ്ട്. നമുക്ക് സീറ്റ്സ് വന്നിട്ടുണ്ട്. സോ എവിടെ നമ്മുടെ സീറ്റ്സ്, ഒരു പറ്റിയ നമ്മുടെ സീറ്റ്സ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ സീറ്റ്സ് നമുക്ക് നാളെ ഷോ ചെയ്യാം. സോ അതാണ് നമ്മുടെ നാളത്തെ പരിപാടി. സോ ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഇറങ്ങിയിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ പണി കഴിഞ്ഞിട്ട് ജസ്റ്റ് മാപ്പ് എടുത്ത് നോക്കിയാൽ ഇപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ ഒരു വ്യൂ പോയിന്റ് കാണിക്കുന്നുണ്ട്, കൊഴുക്കുള്ളി വ്യൂ പോയിന്റ്. മാപ്പിൽ നോക്കിയാൽ ഇപ്പോൾ നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു വ്യൂ പോയിന്റ് കാണിക്കുന്നുണ്ട്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം എന്താ സംഭവം എന്നുള്ളത്. നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഓപ്പോസിറ്റിൽ പോകുന്ന നോക്ക് മയിൽ ഒന്ന് ഇവിടെ അടുത്ത് കാണിക്കുമോ? ഇവിടെ അടുത്ത് കാണിക്കാനൊന്നുമില്ല ഗൈസ്. സോ ഇതാണ് നമ്മുടെ വ്യൂ പോയിന്റ്. ഇവിടെ നിന്ന് നോക്കിയാൽ നൈസ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത വ്യൂ ഉണ്ട് ഗൈസ്. ഇവിടെ നിന്ന് ഫുള്ള് ഇങ്ങനെ നോക്കിയാൽ ഫുള്ള് തേയില വെച്ചിരിക്കുന്ന പോലെ ഇല്ലേ ഗൈസ്? പക്ഷെ ഇതൊന്നും തേയിലല്ല, ഒക്കെ പുല്ല സെറ്റായിട്ടുണ്ട്. പിന്നെ താഴത്തേക്ക് നോക്കിയാൽ ദിസ് ഈസ് അവർ ഫാം. ഇതാണ് നമ്മുടെ ഫാമിൻ്റെ ടോപ്പ് വ്യൂ ആണ് ഇത്. ഫാമിൻ്റെ മുകളിലുള്ളതാണ് നമ്മുടെ വ്യൂ പോയിന്റ്. സോ ഇതാണ് മൊത്തത്തിലുള്ള വ്യൂ ഗൈസ്. കണ്ടോ, ആ ഭാഗത്തേക്കൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ വേണ്ട നൈസ് അടിപൊളി വ്യൂ ഒക്കെ കിട്ടുന്ന പോലെ ഒരു വ്യൂ പോയിന്റ് ആയിട്ടുണ്ട്. മുകളിൽ ഒരു ടവറും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റായിട്ടുണ്ട് വ്യൂ കാര്യങ്ങളൊക്കെ. സോ ഗൈസ്, ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വ്യൂ പോയിന്റ് വിസിറ്റ്. ഓപ്പോസിറ്റിലുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നൈസായിട്ടുണ്ട് കാണാനായിട്ട്. കണ്ടോ ഗൈസ്, മൊത്തത്തിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വ്യൂ നോക്കിയാൽ നൈസായിട്ടുണ്ട്. ഇങ്ങനെയാണ് മൊത്തത്തിലുള്ള വ്യൂ. കുഴപ്പമില്ല, ഭയങ്കര വലിയ വ്യൂ പോയിന്റ് അല്ലെങ്കിലും കുഴപ്പമില്ല ഗൈസ്. എന്തായാലും ഞാൻ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സോ ഇന്ന് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. സോ ഗൈസ്, അപ്പോൾ ഇത്ര നമ്മുടെ ഇന്നത്തെ വീഡിയോ 4 അടിപൊളി വ്ളോഗായിരുന്നു. എല്ലാവർക്കും ബൈ.